بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قال الإمام البخاري رحمه الله تعالى باب أداء الخمس من الإيمان ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തൊട്ട് മുമ്പത്തെ ബാബു ഫദ്ലി മനിസ്തബ്രാലി ദീനിഹി എന്ന ബാബാണ് പറഞ്ഞത്. അതിലൊരു ഫസലിൻ്റെ സ്ഥാനത്തിൽ മറ്റൊരു ബാബും പറഞ്ഞു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന് വേണ്ടി ചില കാര്യങ്ങളെല്ലാം ഒഴിവാക്കി മാറി നിന്നു. ദീൻ തകരാറാവോ എന്ന് ഭയപ്പെട്ടതിൻ്റെ പേരിൽ ചില കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, അവർക്ക് പ്രത്യേകത ഉണ്ട് എന്ന് ബയാൻ ചെയ്തപ്പം അതുമായി ബന്ധപ്പെട്ട ഹദീസാണ് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇവിടെ ബാബും തമ്മിലുള്ള വ്യത്യാസമുള്ള ബന്ധത്തിനേക്കാളും കൂടുതൽ ബന്ധമുള്ളത് കഴിഞ്ഞു പോയ ബാബും ഹദീസും അതോടുകൂടി പറയുന്ന ഹദീസാണ്. ആ ഹദീസിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില പാത്രങ്ങളെ വിരോധിച്ചു. ചെറുങ്ങൻ്റെ തോട് ഉണ്ടാക്കുന്ന പാത്രങ്ങൾ, മണ്ണിൻ്റെ ചില പാത്രങ്ങൾ, അതിൻ്റെ സൈഡിൽ അതിൻ്റെ ഉള്ളിലും പുറത്തും പച്ച പെയിൻ്റ് അടിച്ചത്, അതുപോലെ കറുത്ത പെയിൻ്റ് അടിച്ചത്, അതുപോലെ ഈത്തപ്പനയുടെ മുരട് തുറന്നുണ്ടാക്കുന്ന പാത്രങ്ങൾ, ഇങ്ങനെ മരങ്ങൾ തുറന്നുണ്ടാക്കുന്ന പാത്രങ്ങൾ, ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരോധിച്ചിട്ടുണ്ട്. ആ വിരോധമെല്ലാം ഉണ്ടായത് അതാണ് എന്നുള്ള നിലക്കല്ല, അവകളെ ഉപയോഗിക്കാൻ അനുവദിക്കൽ ഹറാമിലേക്ക് വന്നു പോവോ എന്ന് ഭയപ്പെട്ടതിൻ്റെ പേരിലാണ്. കള്ള് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയതാണ്. മുന്തിരിയുടെയും ഈത്തപ്പനയുടെയും സീറ്, അതിൻ്റെ ചാറ് കുടിക്കൽ ഹലാലുമാണ്. പക്ഷേ ഈ ചാറ് ഇങ്ങനെയുള്ള പാത്രങ്ങളിൽ പാർന്നു വച്ച് പിന്നീട് അത് കുടിക്കുമ്പോൾ അത് മസ്തുള്ളതാവാൻ സാധ്യത കൂടുതലുണ്ട്. കാരണം കള്ള് അനുവദിക്കപ്പെട്ട കാലത്ത് അങ്ങനെയുള്ള പാത്രങ്ങളിലായിരുന്നു കള്ളുണ്ടാക്കിയിരുന്നത്. അപ്പം ആ പാത്രം തന്നെ വേണ്ടാന്ന് വെച്ചു. എന്താണ് കാരണം? ആ പാത്രങ്ങളിൽ കൂടെ ഹറാമിലേക്ക് വന്നു പോവോ എന്നുള്ള ഭയം, അതിൻ്റെ പേരിൽ അതിനെ മാറ്റി നിർത്തുക. അതിൻ്റെ ഇടയിൽ ആ ഹദീസ് പറയുന്നതിൻ്റെ ഇടയിൽ ഹദീസിലുള്ള പ്രത്യേക ഒരു പോയിന്റ്, അമലുകളും ഈമാനിൽ പെട്ടതാണ് എന്ന് വിശദീകരിക്കണം. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവരുടെ അങ്ങനെ അമലുകൾ ഈമാന്റെ ഭാഗമല്ല. മനുഷ്യൻ്റെ പ്രവർത്തനം എന്തായാലും വേണ്ടില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിച്ചാൽ മതി എന്ന മുർജിഅത്തിൻ്റെ വാദത്തിൻ്റെ പിന്നിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സൈക്കിൾ എടുത്ത് കൂടിയത് കൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു വിഭാഗമുണ്ടോ എന്ന് സംശയിക്കപ്പെടുന്ന സ്ഥാനത്തെത്തി. എന്നാലും ഇന്നും അറേബ്യൻ സൗദിയുടെ പല ഭാഗത്തും ആ വിഭാഗമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്നായാലും അതിൻ്റെ ആ ജ്വരം പോയി, അവരുടെ വാദത്തിലേക്ക് ഒരു പ്രസക്തിയുമില്ല, പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടെ പിന്നിൽ കൂടിയതുകൊണ്ട് ആ കൂട്ടത്തിൻ്റെ ഭാഗമാണ് ഈ ബാബും. അപ്പോൾ ഹദീസുകൾ തമ്മിൽ, ഈ ഹദീസും കഴിഞ്ഞു പോയ ബാബും തമ്മിൽ നല്ല ബന്ധമുണ്ട്. ആ ഹദീസിൽ വിശദീകരിക്കുന്ന ഒരു കാര്യം ഈമാനിൽപ്പെട്ട കാര്യമാണ്, കർമ്മം അതിൽപ്പെട്ടതാണ് അദാഉൽ ഖുംസ്. ഒനീമത്ത് മുതലിൽ നിന്ന് 5-1 അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ചെലവഴിക്കാൻ വേണ്ടി ഗവൺമെൻറ്റിലേക്ക് കൊടുക്കേണ്ടതുണ്ട്, അത് ഗവൺമെൻറ്റിൽ അടക്കേണ്ടതാണ് എന്ന് ബയാൻ ചെയ്യുന്ന ബാബ്. വബിഹി قال الإمام الحافظ أمير المؤمنين في الحديث محمد بن إسماعيل البخاري رحمه الله تعالى ونفعنا بعلومه حدثنا علي بن الجعد قال أخبرنا شعبة عن أبي جمرة أنه قال كنت أقعد مع ابن عباس رضي الله عنهما يجلسني على سريره فقال أقم عندي حتى أجعل لك سهما من مالي فأقمت معه 2 ثم قال إن وفد عبد القيس
لما أتوا النبي صلى الله عليه وسلم قال من القوم أو من الوفد قالوا ربيعة قال مرحبا بالقوم أو بالوفد غير خزايا ولا نداما فقالوا يا رسول الله إنا لا نستطيع أن نأتيك إلا في الشهر الحرام وبيننا وبينك هذا الحي من كفار مضر فمرنا بأمر فصل نخبر به من وراءنا وندخل به الجنة وسألوه عن الأشربة فأمرهم ب4 ونهاهم عن 4 أمرهم بالإيمان بالله وحده قال أتدرون ما الإيمان بالله وحده قالوا الله ورسوله أعلم قال شهادة أن لا إله إلا الله وأن محمد رسول الله وإقام الصلاة وإيتاء الزكاة وصيام رمضان وأن تعطوا من المغنم الخمسة ونهاهم عن 4 عن الحنتم والدباء والنقير والمزفة وربما قال المقير وقال احفظوهن واخبروا بهن من وراءكم. ആദ്യം സനദിലെ റാവികളെ സംബന്ധിച്ച് പരിചയപ്പെടാം. ഒന്ന് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അലി ഇബ്നു ജഅദ് റളിയല്ലാഹു അൻഹു അവരാണ്. അലി ഇബ്നുൽ ജഅദ് അവർ വിളിക്കുന്ന പേര് അവസാന പേരാണ് അബുൽ ഹസൻ ബിഫത്ഹിൽ ജൈമി ജഅദ് ഇബ്നു അബ്ദുൽ ജൗഹരി അൽ ഹാശിമി മൗലാഹും അൽ ബഗ്ദാദിയു വസമിയ സൗരിയ വമാലികൻ വഗൈറഹുമാ മിനൽ അഅ്ലാം. ബഹുമാനപ്പെട്ട ഇമാം സൗരി, ബഹുമാനപ്പെട്ട ഇമാം മാലിക്, ഇങ്ങനെയുള്ള വലിയ വലിയ ആളുകൾ ആണ് അവരുടെ ഉസ്താദന്മാരായിട്ടുള്ളത്. അവരുടെ ശിഷ്യന്മാരായിട്ടുള്ളത് ഒന്ന് മഹാനായ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, അഹ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹു, അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു, ഇങ്ങനെയുള്ള ധാരാളം മഹത്തുക്കളുടെ ശിഷ്യന്മാരായിട്ടുമുണ്ട്. ബഹുമാനപ്പെട്ട മൂസ ഇബ്നു ദാവൂദ് എന്ന മുഹദ്ദിസ് പറയാണ്, മാ റഅയ്തു അഹ്ഫള മിൻഹു, ഇവരെക്കാൾ അലി ഇബ്നുൽ ജഅദ് എന്നവരെക്കാൾ ഹിഫ്ളുള്ള മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹു അവരുടെ ശിഷ്യന്മാരോടും അവർക്ക് അറിയുന്ന ആളുകളോടുമെല്ലാം പറയും, നിങ്ങളെല്ലാവരും അലി ഇബ്നുൽ ജഅദിൻ്റെ അടുത്ത് പോയി ഹദീസ് എഴുതി പഠിച്ച് കൊണ്ടുവരണം, ഹദീസ് എഴുതണം. കാരണം അത്രയും ഹിഫ്ളുള്ളവരാണ്. ഒരു വാക്കിന് പോലും വ്യത്യാസമില്ലാതെ അവരവരുടെ ശൈഖിൻ്റെ വക്കലിൽ നിന്ന് കേട്ടതുപോലെ പറഞ്ഞു തരാൻ കഴിവുള്ളവരാണ്. അങ്ങോട്ട് പോകണമെന്ന് ബഹുമാനപ്പെട്ട അഹ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുമായിരുന്നു. യഹ്യ ഇബ്നു മഈൻ റളിയല്ലാഹു അൻഹു നഖാദാണ്. അവർ പറയാണ്, ഹുവ റബ്ബാനിയുൽ ഇൽമി സിഖത്തുൻ, ഇൽമിൻ്റെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് പ്രത്യേകം തർബിയത്ത് ലഭിച്ചവരാണ് അവർ, സിഖത്തുമാണ്. അപ്പോൾ ഒരു ചോദ്യം, ഈ പറയുന്ന അബുൽ ഹസൻ അലി ഇബ്നു ജഅദ് എന്നവരെ സംബന്ധിച്ച് ജഹ്മിയാണ് എന്നുള്ളൊരു വാദമുണ്ടല്ലോ, മുബ്തദിയാണ്. അത് പറഞ്ഞോടുകൂടിയൊക്കെ വെറുതെ പറയാണ്, സിഖത്തുൻ സദൂഖുൻ. മഹാനായ അലി ഇബ്നുൽ ജഅദ് ജഹ്മിയല്ലേ? ജഹ്മിയത്തിൻ്റെ വാദമുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് ഖദീമായ അസലിയായ സിഫത്തുകളില്ല. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ യദ്, വജ്ഹ് എന്നെല്ലാം പറയുന്നത് അതിൻ്റെ ലാഹിർ അത് ഒരു നിലക്കും അത് ഉദ്ദേശിക്കാൻ പറ്റിയതേ അല്ല. മറ്റുള്ള ഇമാമിങ്ങൾ പറയുന്നത് പോലെ അല്ലാഹു തആലാക്ക് യദുണ്ട്, എന്താണ് ഉദ്ദേശം നമുക്ക് അറിയില്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റൂല. അതെല്ലാം വ്യാഖ്യാനിക്കപ്പെടേണ്ടതാണ് നിർബന്ധമായും. ഇങ്ങനെല്ലാം പറയുന്ന തനി ജബ്രിയത്തിൻ്റെ വാദത്തിൽ കവിഞ്ഞ വാദമാണ് അവരുടെ വാദം. അതുപോലെ ഈമാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ദോഷങ്ങളെ കൊണ്ട് ദോഷം പ്രശ്നമല്ല എന്നെല്ലാം പറയുന്ന ഈ ജഹ്മിയത്തിൻ്റെ വാദമില്ലേ,
എന്ന് ചോദിച്ചപ്പോഴാണ് ഇമാം യഹ്യ ബിൻ മഈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് സിഖത്തുൻ സദൂഖുൻ, അങ്ങനെയുള്ള ജഹ്മിവാദമൊന്നും അവർക്കില്ല, അവർ വിശ്വസ്തരാണ്, സത്യം മാത്രം പറയുന്നവരാണ്. അവിടെ ഒരു അഭിപ്രായമുണ്ട്, ജഹ്മിവാദമുള്ളത് ഈ പറയുന്ന അലി ഇബ്നു ജഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായ ഹസൻ എന്നവർക്കായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. ഇവർക്ക് ആ വാദമില്ല. ബഹുമാനപ്പെട്ട അലി ഇബ്നു ജഅദ് റളിയല്ലാഹു അൻഹു 60 കൊല്ലം, അതല്ല 70 കൊല്ലമാണെന്ന് അഭിപ്രായമുണ്ട്, ഒരു ദിവസം നോമ്പ് അനുഷ്ഠിക്കും, മറ്റൊരു ദിവസം നോമ്പ് മുറിക്കും. അങ്ങനെ എല്ലാ ഒന്നരാടവും നോമ്പ് അനുഷ്ഠിക്കുന്ന നിർബന്ധം നോക്കുന്നവരായിരുന്നു. അവിടെ ജനനമുള്ളത് 136. അവർ വഫാത്താകുന്നത് ഹിജ്റ 136, അവർ വഫാത്താകുന്നത് ഹിജ്റ 236 ആണ് വഫാത്തുള്ളത്. അപ്പോൾ 200 വർഷത്തോളം ജീവിച്ചിട്ടുണ്ട്. അവരുടെ മക്ബറയുള്ളത് ബഗ്ദാദിലാണ്. രണ്ടാമത്തെ നമ്മുടെ റാവി ബഹുമാനപ്പെട്ട ഇമാം ശുഅബ റളിയല്ലാഹു അൻഹു. മൂന്നാമത്തത് അബൂ ജംറ ബിൽ ജീമി, അബുൽ ജംറ, അബൂ ജംറ ബിൽ ജീമി വറാ, ഈ ഒരു പേരിൽ ഇവർ മാത്രമേ ഉള്ളൂ. അവിടെ പേര് നസ്ർ ബിൻ ഇമ്രാൻ എന്നാണ് അവരുടെ പേരുള്ളത്. അവർ ബഹുമാനപ്പെട്ട താബിഈയാണ്, ധാരാളം സ്വഹാബികളെ കണ്ടിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ധാരാളം മഹാന്മാരെ അവർ കണ്ടിട്ടുമുണ്ട്, കേട്ടിട്ടുമുണ്ട്. അതുപോലെ തന്നെ അയ്യൂബ് സുഖ്തിയാനിയെ പോലെയുള്ള ധാരാളം താബിഈങ്ങൾ അവരെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഇവിടെ ശോഭയുമുണ്ട്. അവർ താമസമുണ്ടായിരുന്നത് നൈസാബൂറിലാണ്. പിന്നെ മൈസാബൂറിൽ നിന്ന് മറുവയിലേക്ക് പോയി. പിന്നെ വഫാത്തായത് സർഖസിൽ വെച്ചിട്ടാകുന്നു. വഫാത്താകുമ്പോൾ അവർ വഫാത്താകുന്നത് 128-ാമത്തെ വർഷത്തിലാണ്. അവർ ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയവരാണ് എന്നുള്ളത് ഒരു മുഹദ്ദിസിനും എതിരെ അഭിപ്രായമില്ലാത്തവരാണ്. അവരുടെ പിതാവായ ഇമ്രാൻ എന്നവർ വലിയ മഹാനായിരുന്നു. കാന അബൂഹു ഇമ്രാൻ റജുലൻ ജലീലൻ ഖാദിയൽ ബസറ, ബസറയിലെ ഖാദിയായ കാര്യമായ റജുലാണ്. അവർ സ്വഹാബിയാണോ അല്ലേ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അബൂ ജംറ എന്ന പേരിൽ ബുഖാരിയിൽ, മുസ്ലിമിൽ, സിയാഹുൽ ഈ ഒരു മഹാൻ മാത്രമേ ഉള്ളൂ. ആ പേരുള്ള വേറെ ഒരാളും തന്നെ ഇല്ല. പിന്നെ അവർ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൊട്ടുമാണ്. എന്താണ് ഹദീസ്? ഖാല, അബൂ ജംറ എന്നവർ പറയുന്നു, കുന്തു അഖ്ഉദു, ഞാൻ ഇരിക്കുന്നവരായിരുന്നു മഅ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയോട് കൂടെ. യുജ്ലിസുനി, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ എന്നെ ഇരുത്തും. അലാ സരീരിഹി, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ കട്ടിലിൻ്റെ മേലിരുത്തും. ഫഖാല, എന്നിട്ട് ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, അഖിം ഇന്ദി, നീ എൻ്റെ അടുക്കൽ നിൽക്ക്. ഹത്താ അജ്അല ലക, ഞാൻ നിനക്ക് ആക്കിത്തരാം. സഹ്മം മിമ്മാലി, എൻ്റെ മുതലിൽ നിന്ന് ഒരു വിഹിതം എനിക്ക് ഞാൻ തരാം. അതുകൊണ്ട് ഇവിടെ ഇരുന്നോ. അവിടെ ആക്കുന്നത് വരേക്കും എന്നുള്ളത് അവിടുത്തെ ഹത്ത, അപ്പോൾ ഞാൻ ആക്കിത്തരും. ഫായിൻ്റെ മനാക്കുള്ളതാണ്. എന്താണ് വിഷയം? ബഹുമാനപ്പെട്ട അബൂ ജംറ റളിയല്ലാഹു അൻഹു അറബി അറിയുന്നത് പോലെ മറ്റുള്ള പേർഷ്യൻ ഭാഷകളും മറ്റു ഭാഷകളുമെല്ലാം ശരിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആളാണ്. അതാണ് ഇബ്നു അബ്ബാസ് തങ്ങളുടെ അടുക്കൽ അത് വലിയ സംഭവമാണല്ലോ. ഇബ്നു അബ്ബാസ് തങ്ങളുടെ വീട്ടിൽ അവരുടെ ചരിത്രത്തിൽ കാണാം. അവരുടെ അവസാന കാലത്ത് അവരുടെ വീട്ടിലേക്ക് ആകാശത്തിൽ കൂടെ മുകളിൽ കൂടെ ഒരു മണൽ തരികൾ എറിഞ്ഞാൽ അത് നിലത്തേക്ക് വീഴൂല, അത് ജനങ്ങളുടെ തലയിലേ പറ്റുള്ളൂ. അത്രയും ജനങ്ങളുടെ തിരക്കായിരിക്കും അവരുടെ മുന്നിൽ, വീടിൻ്റെ മുന്നിൽ എന്നാണ് ഇൽമു പഠിക്കാൻ വേണ്ടി വരുന്നവർ. അങ്ങനെ അത്രയും ധാരാളം ആളുകൾ അവിടെ ഇബ്നു അബ്ബാസ് അടുക്കലേക്ക് ദീൻ പഠിക്കാൻ വേണ്ടി വരും, ഹദീസ് പഠിക്കാൻ വേണ്ടി വരും, ഖുർആൻ തഫ്സീർ പഠിക്കാൻ വേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഇവരെല്ലാവരെയും കേൾപ്പിക്കാൻ ഒന്ന് ഉറക്കെ സംസാരിക്കും. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നത് ഉറക്കെ സംസാരിക്കാൻ വേണ്ടി ഒരാൾ അതിനുവേണ്ടി നിശ്ചയിച്ചിരുന്നു ബഹുമാനപ്പെട്ട അബൂ ജംറ. മറ്റൊന്ന് മറ്റുള്ളവരുടെ ഭാഷ
വ്യക്തമല്ലാത്ത ഭാഷകൾ പരിഭാഷപ്പെടുത്തേണ്ട അറബികൾ അല്ലാത്തവർ വന്നാൽ അത് പരിഭാഷപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി അവരെന്താ ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഇബ്നു അബ്ബാസ് തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ഇബ്നു അബ്ബാസ് തങ്ങൾ അതിൻ്റെ മറുപടി പറയുമ്പോൾ അത് അവരുടെ ഭാഷയിൽ തർജ്ജമപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. അതിനൊക്കെ ഉപയോഗിച്ചിരുന്നത് ബഹുമാനപ്പെട്ട അബൂ ജംറ റളിയല്ലാഹു അൻഹുവാണ്. അതിനൊക്കെ ഞാൻ നിനക്ക് എൻ്റെ സ്വന്തം മുതലിൽ നിന്ന് ഞാൻ കൂലി തരാം, ശമ്പളത്തിന് ആൾ നിശ്ചയിച്ചിരുന്നു. ആ ആളാണ് ബഹുമാനപ്പെട്ട അബൂ ജംറ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഫാഖംതു ഞാൻ താമസിച്ചു മഅഹു ഇബ്നു അബ്ബാസ് തങ്ങളോട് കൂടെ ഷഹ്റൈനി 2 മാസം താമസിച്ചു. സുമ്മ ഖാല പിന്നെ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ആ പറഞ്ഞതിലേക്ക് ഒരു കാരണമുണ്ട്. ഇബ്നു അബ്ബാസ് 2 കൊല്ലം പറഞ്ഞതിന് ശേഷം നിൽക്കുമ്പോൾ പല ഹദീസുകളും അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. അതെന്താ സംഭവം? ഇബ്നു അബ്ബാസ് തങ്ങൾക്ക് പരിഭാഷപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി അബൂ ജംറ റളിയല്ലാഹു അൻഹു അവിടെ കൂടിയിരിക്കുന്ന കാലത്ത് ഒരാൾ വന്നു. ഫഅതതുഹു ഇംറാത്തുൻ തസ്അലുഹു അൻ നബീദിൽ ജർരി. മണ്ണിൻ്റെ പാത്രത്തിലേക്ക് പെയിൻ്റടിച്ചും കൊണ്ട് ഈ മുന്തിരിയുടെ സീറ് പാർന്ന് അത് കുടിക്കലിനെ പറ്റി ഒരു പെണ്ണ് ചോദിച്ചു. അപ്പോൾ ആ സമയത്താണ് അപ്പം ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു അത് ചെയ്യരുത്. അങ്ങനെ മണ്ണിൻ്റെ പാത്രത്തിൽ പ്രത്യേക പെയിൻ്റടിച്ച് അതിൽ മുന്തിരിയുടെ സാറ് പാർന്ന് പിന്നീട് കുറേ കഴിഞ്ഞിട്ട് അത് കുടിക്കുമ്പോൾ അത് മസ്തുള്ളതാവാൻ സാധ്യതയുണ്ട്, കുടിക്കരുത് എന്ന് ഫനഹ അൻഹു വിരോധിച്ചു. ഫഖുൽതു യാ ഇബ്നു അബ്ബാസ് ഇന്നി അന്തബിദു ഫീ ജറത്തിൻ ഖദ്റാഅ നബീദൻ ഹുൽവൻ ഫഅശ്റബു മിൻഹു ഫതകർകറു ബത്നി. ഞാൻ അബൂ ജംറ പറയാണ് ഇബ്നു അബ്ബാസ് തങ്ങളോട്, ഞാൻ ഒരു പച്ച പാത്രത്തിൽ മണ്ണിൻ്റെ പാത്രത്തിൽ മുന്തിരിയുടെ ചാറ് പാർന്നു വയ്ക്കും, എന്നിട്ട് ഞാൻ കുടിക്കും, നല്ല മധുരമുള്ള മുന്തിരി ചാറ് കുടിക്കും. അത് കുടിക്കുമ്പം എൻ്റെ പള്ളക്കൊരു പ്രത്യേക ശബ്ദമാണ് അത് കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ രസത്തിൻ്റെ പേരിൽ എന്ന് പറഞ്ഞപ്പോഴാണ് ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ലാ തശ്റബ് മിൻഹു വഇൻ കാന അഹ്ലാ മിനൽ അസൽ. തേനിനേക്കാൾ മധുരമുള്ളതാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള പാത്രത്തിൽ നിന്ന് കുടിക്കരുത് എന്ന് പറഞ്ഞു. ആ സംഭവത്തെ പറ്റിയാണ് മഹാനായ അബൂ ജംറ പറയുന്നത്, ഇന്ന വഫദ അബ്ദുൽ ഖൈസ്. ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞതായിട്ട് ഉദ്ധരിക്കുകയാണ്. സുമ്മ ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന വഫദ അബ്ദുൽ ഖൈസ്, അബ്ദുൽ ഖൈസിലെ വഫദ്. അബ്ദുൽ ഖൈസ് എന്ന് പറയുന്നത് ഇന്നത്തെ സൗദിയുടെ കിഴക്കൻ ഭാഗത്തുള്ള ഒരു നാടാണ് അബ്ദുൽ ഖൈസ്. അതിൽപ്പെട്ടതാണ് ആദ്യമായി ലോകത്ത് ജുമുനത്തിയ ജുവാസ എന്ന് പറയുന്ന സ്ഥലമല്ല. ഇന്നത്തെ സൗദിയിലെ അഹ്സ എന്ന് പറയുന്ന നാടുണ്ട്, ആ നാടിൻ്റെ അടുത്താണ്. അതുപോലെ ഏകദേശം ഹുഫൂഫ് ആ ഉഫൂഫിൽ നിന്ന് 17 കിലോമീറ്റർ വടക്ക് കിഴക്ക് ഭാഗത്താണ് ഈ പറഞ്ഞ ജുവാസ. അതെല്ലാം അബ്ദുൽ ഖൈസിൻ്റെ സ്ഥലമാണ്. അങ്ങനെ അവർ നജിദിലാണത്, നജിദിൻ്റെ ലാസ്റ്റ് ഭാഗം. അങ്ങനെ വഫുദ് അബ്ദുൽ ഖൈസ് ലമ്മ അത്തൗ അവർ വന്നപ്പോൾ, വഫുദ് എന്ന് പറയുന്നത് മഹാന്മാരായ വലിയ ആളുകളോട് സംസാരിക്കാൻ വേണ്ടി ഒരു സമൂഹത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് വിടുന്ന പ്രമുഖർ, അവരാണ് വഫുദ്. ആ പ്രമുഖരെ പറ്റിയേ വഫുദ് എന്ന് പ്രയോഗിക്കുള്ളൂ. അങ്ങനെ അബ്ദുൽ ഖൈസ് കബീലയിലെ നേതാക്കന്മാരായ വഫുദ്, അവർ നേതാക്കന്മാരായിട്ട് 14 പേരും പിന്നെ അവരുടെ താഴെയുള്ള ആളുകളും അടക്കം 40ഓളം ആളുകളുണ്ടായിരുന്നു എന്നുള്ളതാണ് സംഭവം. നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നപ്പോൾ ഖാല റസൂലുള്ളാഹി പറഞ്ഞു, മനിൽ ഖൗം ഔ മനിൽ വഫദു. അത് റാബികൾപ്പെട്ട ഏതോ റാബിക്ക് ഷുഅബക്കോ അത് താഴെയുള്ള ആളുകൾക്ക് വന്നു പോയ ഒരു ശക്കാണ്. നബി തങ്ങൾ പറഞ്ഞത് മനിൽ ഖൗമു എന്നാണോ അല്ല മനിൽ വഫദു എന്നാണോ? അർത്ഥം രണ്ടും ഒന്ന് തന്നെ. ആരാണ് ഈ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് അർത്ഥമുള്ളത്. ഖാലു അവർ പറഞ്ഞു, റബീഅത്തു, ഞങ്ങൾ റബീഅ ഗോത്രക്കാരാണ്. ഖാല റസൂലുള്ളാഹി പറഞ്ഞു, മർഹബൻ ബിൽ ഖൗം ഔ ബിൽ വഫദ്. നേരത്തെ പറഞ്ഞോടത്ത് മനിൽ ഖൗമു എന്നാണെങ്കിൽ മറുപടി പറഞ്ഞു മർഹബൻ ബിൽ ഖൗം. എല്ലാവരും റസൂൽ ചോദിച്ച് മനിൽ വഫദു എന്നാണെങ്കിൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് മർഹബൻ ബിൽ വഫദ്. ഈ വഫദിനിക്ക്, ഈ സംഘത്തിനിക്ക് എല്ലാവിധ സ്വാഗതം അരുളലും ഞാൻ അരുളുന്നു. മർഹബൻ എന്നെനിക്ക് 2 നിനക്ക് തർക്കീബ് വെക്കലുണ്ട്.
ബിനജറുൽ അസ്കലാനി തങ്ങൾ ഫത്വൽ ബാരിയിൽ പറയുന്നത് മർഹബ എന്ന് പറയുന്നത് മഅദൂഫ ഫീലിൻ്റെ മഫൂൽ ബിഹിയാണ് എന്നാ. അപ്പം നിങ്ങൾ വിശാലമായ സ്ഥലത്തിന് എത്തിച്ചിരിക്കുന്നു, ഇനി നിങ്ങൾക്ക് യാതൊരു പേടിയും പേടിക്കേണ്ടതില്ല. അങ്ങനെ കളയപ്പെട്ട ഫീലിൻ്റെ മഫൂലാണ്. വേറെ കുറേ ആളുകൾ പറയുന്നത് മർഹബ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ സ്വാഗതമരുളുന്നു, വിശാലത നൽകുന്നു. മഹദൂഫ ഫീലിൻ്റെ മഫൂൽ മുത്തലക്കാണ്. വൈറഹസായ വലാനദാമ, ഖേദിക്കുന്നവരോ ഖേദിക്കുന്നവരോ ദുഃഖിക്കുന്നവരോ അല്ലാത്തവരായ സ്ഥിതിയിൽ നിങ്ങൾ വിശാലമായ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്വാഗതം, ഇനി ഒരു പേടിയും നിങ്ങൾ പേടിക്കേണ്ടതില്ല. എല്ലാവിധ അമ്നും നിങ്ങൾക്കുണ്ട്, സുരക്ഷിതമായ സ്ഥലത്താണ് നിങ്ങൾ എത്തിയിട്ടുള്ളത്. ഫഖാലു അപ്പോൾ അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂല്, ഇന്നാ ലാ നസ്തതിഉ അൻ നഅതിയക ഇല്ലാ ഫി ശഹ്രിൽ ഹറാം, യുദ്ധം ഹറാമാക്കപ്പെട്ട മാസത്തിലല്ലാതെ നിങ്ങളുടെ അടുക്കലേക്ക് വരാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. വബൈനനാ വബൈനക ഹാദൽ ഹയ്യു മിൻ കുഫാരി മുളറ, ഞങ്ങളുടെയും നിങ്ങളുടെയും ഇടയിൽ ഈ മുളർ കാഫിര്യങ്ങളിൽപ്പെട്ട ഈ ഗോത്രക്കാരുണ്ട്. അതുകൊണ്ട് അവർ ഞങ്ങളെ യുദ്ധം ഹറാമാക്കപ്പെട്ട മാസം എന്ന് പറഞ്ഞ അറബികൾ എല്ലാവരും ബഹുമാനിക്കുന്ന കൊല്ലമാസങ്ങളാണ് ആ 4 മാസം. ആ 4 മാസമല്ലാത്ത ബാക്കിയുള്ള മാസത്തിലെല്ലാം അവർ ഞങ്ങളും യുദ്ധത്തിലാണ്. ഒരു നിലക്കും അവരോട് നേരിടാതെ വരാൻ കഴിയില്ലാക്കുന്ന ശത്രുക്കളാണ് അവർ. ഞങ്ങൾ ലോകത്ത് ആദ്യമായി ഒരു കൗമ് മുഴുവൻ മുസ്ലിമായ കൗമാണ് ഈ പറയുന്ന അബ്ദുൽ ഖൈസ് റബിഅത്ത്. അവരുടെ നാട്ടിലാണ് ലോകത്ത് മദീനയിൽ കഴിഞ്ഞാൽ ആദ്യമായി ജുമുഅ സ്ഥാപിച്ചത് ഹിജ്റ 7-ാമത്തെ വർഷം. അവർ നബി തങ്ങളുടെ അടുക്കലേക്ക് വരുന്നത് ഹിജ്റ 7-ലാണെന്നും അഭിപ്രായമുണ്ട്, അതല്ല 8-ലാണെന്നും അഭിപ്രായമുണ്ട്. ഫമുർന, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്നെന്നും ഇങ്ങോട്ട് വന്ന് പഠിച്ച് തിരിച്ചു പോകാൻ കഴിയുകയില്ല, വല്ലപ്പോഴുമേ വരാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഫമുർന, തങ്ങൾ ഞങ്ങളോട് കൽപ്പിക്കണം, ബി അംരിൻ ഫസ്ലിൻ, നല്ലതിനെ വേർതിരിച്ച് തരുന്ന വളരെ വ്യക്തമായ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ ഞങ്ങളോട് കൽപ്പിക്കണം. നുഖ്ബിറു ബിഹി, ആ കാര്യം കൊണ്ട് ഞങ്ങൾ വർത്താനം പറയും. മൻ വറഅന, ഞങ്ങൾ അപ്പുറമുള്ള ആളുകളോട്. വനദ്ഖുലു, ഞങ്ങൾ കടക്കുകയും ചെയ്യും. ബി, ആ കാര്യങ്ങളെ ചെയ്യൽ കൊണ്ട് അൽ ജന്ന, സ്വർഗത്തിൽ. അത് ഞങ്ങൾക്ക് സ്വർഗത്ത് കടക്കണം, ഞങ്ങൾക്ക് പുറത്തുള്ളവരോട് പറഞ്ഞു കൊടുക്കും വേണം. അതിന് പറ്റുന്ന കാര്യങ്ങൾ മുഴുവനും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് വേണം ഞങ്ങളെ വിടാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ പറഞ്ഞു. വസഅലൂഹു, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. അനിൽ അശ്രിബത്തി, പാനീയങ്ങളെ പറ്റി ചോദിച്ചു. ഫഅമറഹും, റസൂലുള്ളാഹി പാനീയങ്ങളെ പറ്റിയും അവർ ചോദിച്ചു. ഫഅമറഹും, ഈ അശ്രീബത്തിനെ പറ്റി ചോദിച്ചപ്പോൾ എന്നല്ല, ഇങ്ങനെ അവർ ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ ആ പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളുടെ കൂട്ടത്തിൽ, എന്നല്ലാതെ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ, ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ വിരോധിച്ചിട്ടുള്ളൂ എന്നല്ല. അവർ പറഞ്ഞപ്പോൾ പല കാര്യങ്ങളും അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത് ഇതിൻ്റെ കാര്യങ്ങൾ മുഴുവനും ദിവസങ്ങളോളം അവരുടെ നിന്നിട്ടുമുണ്ട്, പഠിച്ചിട്ടുമുണ്ട്. ഫഅമറഹും, ആ കൂട്ടത്തിൽ റസൂലുള്ളാഹി തങ്ങളോട് കൽപ്പിച്ചു. ബി അർബഈൻ, 4 കാര്യം കൊണ്ട് കൽപ്പിച്ചു. വനഹാഹും, നബി തങ്ങൾ അവരോട് വിരോധിച്ചു. അൻ അർബഈൻ, 4 കാര്യത്തെ തൊട്ട്. അമറഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് കൽപ്പിച്ചു. ബിൽ ഈമാനി ബില്ലാഹി വഹദ, 4 കാര്യം എണ്ണാൻ പോവാണ്. 1 ഈമാൻ ബില്ലാ, അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കൽ കൊണ്ട്, അള്ളാഹുവിൻ്റെ ഏകനാശ്രതിയിൽ. അത് പറഞ്ഞപ്പോൾ ഹദീസിൽ കാണാം, മറ്റുള്ള സ്ഥലത്തുകളിൽ ഹദീസുകളിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഒന്ന് മടക്കി, ഒന്ന് എന്ന് വരുത്താൻ വേണ്ടി കൈ മടക്കി എന്നുണ്ട്, വിരൽ മടക്കി. ഖാല, റസൂലുള്ളാഹി ചോദിച്ചു, അതദ്റൂന മൽ ഈമാനു ബില്ലാഹി വഹദ, ഈമാനും ബില്ലാഹി വഹദ എന്താന്ന് നിങ്ങൾക്കറിയുമോ? ഖാലു, അവർ പറഞ്ഞു, അല്ലാഹു റസൂലുഹു അഅലം, അത് അല്ലാഹുവും റസൂലും അറിയാം. അവർ മോമിനീങ്ങളാണെങ്കിലും അവരുടെ അദബാണത്. ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അറിയുമോ എന്ന് ചോദിച്ചാൽ സ്വഹാബത്തിന് മറുപടി, അല്ലാഹു റസൂലു അഅലം, അല്ലാഹു റസൂലുമാണ് ഏറ്റവും അറിയുന്നവൻ. ഞങ്ങൾക്കുള്ള അറിവ് അള്ളാഹിൻ്റെ റസൂലിൻ്റെ അറിവുകൾ നോക്കുമ്പം അത് അറിവല്ല എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ്, അറിയില്ല എന്നല്ല പറഞ്ഞത്. അല്ലാഹു റസൂലു അഅലമു, അല്ലാഹു റസൂലുമാണ് ഏറ്റവും അറിയുന്നവൻ. ഖാല, ഇവർക്കും കുറച്ച് കാര്യമൊക്കെ ചെയ്യും, ഒരു മുസ്ലിമീങ്ങളാണല്ലോ, എന്നാലും പുതിയ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി എന്ത് റസൂൽ എങ്ങനെ ചോദിക്കുന്നതൊക്കെ മറുപടി ഉണ്ടാവില്ല. അങ്ങനെയാണ്
കാരണം മറുപടി കിട്ടാനല്ല ചോദിക്കുന്നത്. നബി തങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ, അവരെ ശ്രദ്ധ ചിരിക്കാൻ വേണ്ടി, ശ്രദ്ധയെ വശീകരിക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യമാണെന്ന് എല്ലാവർക്കും അറിയാം. ഖാല റസൂലുള്ളാഹി പറഞ്ഞു, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ഇലാഹില്ല എന്നും മുഹമ്മദ് നബി അല്ലാഹുവിൻ്റെ റസൂലാണെന്നും മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് വ്യക്തമാക്കി പറയാ. അല്ലാഹ് മാത്രമേ ആരാധ്യനുള്ളൂ. അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ മുഴുവനും എത്തിച്ചു തരാൻ വേണ്ടി അള്ളാഹു അയച്ച പ്രധാനപ്പെട്ട റസൂലാണ് മുഹമ്മദ് നബി എന്ന് വിശ്വസിക്കണം. ഇതാണ് അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ. വഇഖാമുസ്സലാത്തി, നിസ്കാരത്തെ നിലനിർത്തലുമാകുന്നു. രണ്ടാമത്തെ കാര്യമാണത്. വഇതാഉ സകാത്തി, സകാത്തിനെ കൊടുക്കലുമാകുന്നു. വസിയാമു റമളാന, റമളാനിലെ നോമ്പനുഷ്ഠിക്കലുമാകുന്നു. ഇത് നാലും കൂടിയാണ് ഏത് പറഞ്ഞാൽ 4 കാര്യം കൊണ്ട് കൽപ്പിച്ചു. ഇവിടെ പലരും പല രൂപത്തിൽ ചർച്ച ചെയ്യും. കാരണം ഇബാറത്ത് ആ സൈസാണ്, പല നിലക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഇബാറത്തുള്ളത്. ഇവിടെ ഇഖാമുസ്സലാത്തി എന്ന് വായിക്കാം. അപ്പോൾ മഅ്തൂഫായിട്ട് വരുന്നത് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ അള്ളാഹുവിനെ കൊണ്ട് ഏകനായി വിശ്വസിക്കൽ എന്താണെന്നറിയുമോ? അവൻ പറഞ്ഞു, ഒന്ന് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ്. വഇഖാമുസ്സലാത്തി, കാരണം ഈമാൻ അമലിൽപ്പെട്ടതാണല്ലോ, ഈമാനിൽപ്പെട്ടതാണല്ലോ അമലും. അപ്പോൾ ഇഖാമുസ്സലാത്തി എന്നുള്ള ഷഹാദത്ത് മുഖാത്തിഫായിട്ട്. അപ്പോൾ അത് ഏതുമാണ്? അവിടെ ഇമാമിക്ക് 2 അഭിപ്രായമുള്ളത്. ഈമാനും ബില്ല ഒന്നായിട്ട് ഒന്നാണോ? അപ്പോൾ അത് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമേ പെടുള്ളൂ. ഇഖാമുസ്സലാത്തി പറയുമ്പം ഈമാനും ബില്ല 4ൽപ്പെട്ട ഒന്നാണ്. അതാണ് ഇഖാമുസ്സലാത്തും ഈതാഉ സകാത്തും സിയാം റമളാനും. ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ പറയാൻ ബാക്കി വെച്ചിരിക്കുകയാണ്. ഒന്നേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയുള്ളതൊക്കെ വേറെ കാര്യങ്ങളുണ്ട് എന്ന് വെച്ചവരുണ്ട്. വേറെ വായിക്കുമ്പോൾ ഇഖാമിസ്സലാത്തി ജെറു കൊണ്ടിട്ട്, അപ്പോൾ അമറഹും ബിൽ ഈമാനി ബില്ലാ, ഈമാനും ബില്ലാഹി വഹദ കൊണ്ട് കൽപ്പിച്ചു. വഇഖാമിസ്സലാത്തി, അങ്ങനെ ഇത് വാഴ്ത്തുണ്ട്. നിസ്കാരം നിലനിർത്തൽ കൊണ്ടും കൽപ്പിച്ചു. വഇതാഇ സകാത്തി, സകാത്ത് കൊടുക്കൽ കൊണ്ടും കൽപ്പിച്ചു. വസിയാമി റമളാന, റമളാൻ മാസം നോമ്പ് കൊണ്ടും കൽപ്പിച്ചു. അപ്പോൾ എത്രയായി? 4 കാര്യം ശരിയായി. പിന്നെ വഅൻ തുഅതു, നിങ്ങൾ നൽകൽ കൊണ്ടും കൽപ്പിച്ചു. അപ്പോൾ അമറഹും ബിൽ ഈമാനി മുഖാത്തിഫായിട്ട് നിങ്ങൾ നൽകണമെന്ന് പ്രത്യേകമായി കൽപ്പിച്ചു. മിനൽ മഗ്നമി, ഗനീമത്ത് സ്വത്തിൽ നിന്ന്, അൽ ഖുംസ, ഖുംസിനെ. അപ്പോൾ 4 കാര്യം കൊണ്ട് കൽപ്പിച്ചത് ആദ്യം പറഞ്ഞ 4 എന്താ? ഈമാനും ബില്ലാ, ഇഖാമുസ്സലാത്ത്, ഈതാഉ സകാത്ത്, സിയാം റമളാൻ. പിന്നെ അതിൽ ആ കൽപ്പിച്ച 4ൽപ്പെട്ടതല്ല, പിന്നെ സ്പെഷ്യലായി ഇതും കൊണ്ട് കൽപ്പിച്ചു. കാരണം അന്നത്തെ കാലത്ത് യുദ്ധം ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഇവർ. അപ്പോൾ യുദ്ധം ചെയ്യുന്ന വിഭാഗമായി ഇവരാകുമ്പോൾ അത് എല്ലാവർക്കും ബാധകമല്ല, ഇവർക്ക് മാത്രം പ്രത്യേകമായതാണ്. അവർക്ക് ഗനീമത്ത് കിട്ടിയാൽ അതിൻ്റെ 5-1 ഗവൺമെൻറ്റിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിച്ചു കൊടുക്കണം. വനഹാഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വിരോധിച്ചു. അന്നർബഈൻ, 4 കാര്യത്തെ തൊട്ട്. ആ 4 കാര്യം എന്താണ്? അനിൽ ഹൻതമി, ഹൻതമിനെ തൊട്ട് വിരോധിച്ചു. ഹൻതം എന്ന് പറഞ്ഞാൽ കൂജ, മണ്ണിൻ്റെ കൂജ. ആ കൂജമ്മൽ പച്ച ചായം അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ പച്ച പെയിൻറ് അടിച്ചതായ മണ്ണിൻ്റെ കൂജ, ആ കൂജയെ തൊട്ട് വിരോധിച്ചു. ദുബ്ബാവിനെ തൊട്ടും വിരോധിച്ചു. ദുബ്ബാഗ് എന്ന് പറഞ്ഞാൽ ചരങ്ങ എന്നും പറയും. അതിൻ്റെ തോട് എല്ലാം മൂത്തതിൻ്റെ ശേഷം അത് പറിച്ചെടുത്തിട്ട് അതിൽ നിന്ന് പ്രത്യേക രൂപത്തിൽ അതിൻ്റെ കുരു അതിനുള്ളിലെല്ലാം ഒഴിവാക്കിയതിന് ശേഷം അതിൽ ഒഴിച്ചു വെക്കും. അതിൻ്റെ തൊണ്ടിൽ ചെരങ്ങാ തൊണ്ട് എന്നും പറയും. 4-മത്തത് നക്കീറിനെയും വിരോധിച്ചു. നക്കീർ എന്ന് പറഞ്ഞാൽ ഈത്തപ്പനയുടെ മുരട് തുരന്നുകൊണ്ടുണ്ടാക്കുന്ന പാത്രം. മറ്റ് മരത്തിൻ്റെ തുറന്നാലും പറയുന്നുണ്ട് കേട്ടോ. ആ മരം തുറന്ന് പ്രത്യേക രീതിയിലുണ്ടാക്കി അതിൽ ഒഴിച്ചു വെക്കും. എന്നാൽ തണുപ്പുണ്ടാകും, കുറേ കാലം കഴിഞ്ഞാൽ അത് മസ്താവുകയും ചെയ്യും. അങ്ങനെയുള്ള പാത്രം. വൽ മുസഫത്തി,
താറ് പുരട്ടപ്പെട്ട പാത്രം അതിനെയും വിരോധിച്ചു. റുബ്ബമാ കാല ചിലപ്പോൾ നബി ഇബ്നു അബ്ബാസ് തങ്ങൾ പറയലുണ്ട് അൽ മുഖയ്യരി കാല എന്നാണ് റാവി, ആരാണോ പറഞ്ഞ റാവി. മുഖയ്യർ എന്ന് പറയുന്നുണ്ട്. മുഖയ്യർ മുസഫത്ത് എന്ന് പറഞ്ഞാലും മുഖയ്യർ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്, പര്യായങ്ങളാണ്, അർത്ഥം തന്നെയാണ്. വാക്കിനെ തിരിച്ചു മറിച്ചാണ് ഇങ്ങോട്ടും റാവി പറയലുണ്ട്. അത് അബൂ ജംറയാണ് പറഞ്ഞതെങ്കിൽ ഇബ്നു അബ്ബാസ് തങ്ങൾ എന്ന് പറയാം. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യഹ്ഫദൂഹുന്ന, അവർ പോകാൻ നേരത്തെ അവിടെ പറഞ്ഞ വാക്കാണ്, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെ മുഴുവനും സൂക്ഷിക്കണം. വാഖ്ബിറൂ ബിഹിന്ന, ഇവകളെ കൊണ്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയും വേണം. മൻ വറാഅക്കും, നിങ്ങളെ പിന്നിലുള്ള ആളുകൾക്ക് ഇത് നിങ്ങൾ എത്തിച്ചു കൊടുക്കുകയും വേണം. ഇവിടെ ഇബ്നു അബ്ബാസ് തങ്ങൾ റളിയല്ലാഹു അൻഹു അബൂ ജംറ റളിയല്ലാഹു അൻഹു പാത്രത്തെപ്പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ഇന്ന പാത്രത്തിൽ ഹന്തമിൽ ഈത്ത മുന്തിരിയുടെ ചാറ് പാർന്ന് കുടിക്കലുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് വിരോധിച്ചത്. അതിൽ നിന്ന് ഇമാമിങ്ങൾ പറയുന്നു, ഈ പാത്രങ്ങളുടെ വിരോധം ആദ്യകാലത്തേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് കള്ള് ഹറാമാക്കിയ വിവരം മുസ്ലിം ലോകം മുഴുവനും അറിയുകയും അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തതിൻ്റെ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ഇനി ആ പാത്രങ്ങളെല്ലാം നിങ്ങൾ ഉപയോഗിച്ചോളി, അതൊന്നും തെറ്റുള്ള കാര്യമല്ല. അതിൽ മുന്തിരിയോ ഈത്തപ്പനയോ മറ്റു സാധനങ്ങളോ ഒഴിച്ചു വെച്ചിട്ടോ അല്ലാതെയോ നിങ്ങൾക്കത് ഉപയോഗിക്കാം. കാരണം ഈ കള്ളുമായുള്ള വെറുപ്പ് മുസ്ലിം ലോകത്ത് കടന്നു വന്നപ്പം പിന്നെ കള്ളാക്കാൻ വേണ്ടി ആരും ഈ പറഞ്ഞേക്കൂല. അതുകൊണ്ട് ആ പാത്രങ്ങളുടെ വിരോധം എടുത്തു കളഞ്ഞിട്ടുണ്ട് എന്ന വിഷയം, ആ നസ്ഖ് ചെയ്ത വിഷയം ഇബ്നു അബ്ബാസ് തങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് വരുന്നു എന്ന് മഹാന്മാർ ഉദ്ധരിക്കുന്നുണ്ട്.